പോകുമ്പോ ആ അള്ളാഹുവിന്റെ അരികിലേക്ക് കൊണ്ടുപോകാൻ നമ്മളെ കയ്യിൽ എന്താ ഉള്ളത്? ദുനിയാവിന്റെ ഓട്ടത്തിനിടയിൽ പടച്ചോന്റെ അരികിലേക്ക് കൊണ്ടുപോകാൻ ആർക്കും ഒന്നുമില്ല. ചിലർക്ക് പണമാ മുഖ്യം. അതുകൊണ്ട് ആ പണത്തിന് വേണ്ടിയിട്ട് എന്ത് സ്വഭാവം അവര് കാണിക്കുന്നത്. പണം വേണ്ട, പണമല്ല മനുഷ്യന്റെ സമാധാനം ഒക്കെ പഠിച്ചോല നമ്മളെങ്കിലും പണം ലേശം കുറഞ്ഞാൽ നമ്മളെ തനി സ്വഭാവം കാണും. ഞാനൊക്കെ പറയാറുണ്ട്, കല്യാണത്തിന് ആദ്യം അമ്മ അങ്ങോട്ട് പറയും കുടുംബക്കാരോട്, മോനെ പെണ്ണട്ടിക്കാനായിട്ടുണ്ട്. അപ്പൊ എല്ലാരും ചോദിക്കും എന്താ ഇപ്പൊ ഡിമാൻഡ്? അതിന്റെ അമ്മ അങ്ങോട്ട് പറയും ഒരു ഡിമാൻഡും ഇല്ല. കേൾക്കുമ്പോ നമ്മളും വിചാരിക്കും ഖുറാന്റെ നടുക്കഷ്ണാന്ന്. എല്ലാരും അങ്ങനെയാന്നല്ലോ, ഒരു ഡിമാൻഡും ഇല്ലാന്നറിയും. ഒരു സാധു കുട്ടീനെ കിട്ടിയാ മതി, കാണാൻ ഇച്ചിരി വർക്കത്തുള്ള, അല്ലെങ്കിൽ കയറി ചെല്ലാൻ ഒരു പൊരള്ള ഒരു കുട്ടീനെ കിട്ടിയാ മതി. വല്ലാണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യവും ഇല്ലട്ടോ. ഈ ചിന്തിക്കുന്നത് ചിലപ്പോ നബീസ ചോദിച്ച മാതിരി ഇങ്ങനെ ചോദിക്കുന്നൊക്കെയാണെ ഞങ്ങൾക്കതില്ല, ഞാൻ ഖുറാൻ ക്ലാസ്സിലൊക്കെ പോകുന്നോളാ. ഇത് കേൾക്കുമ്പോ ആലോചന കൊണ്ടുവരുന്നോലും കരുതും അൽഹംദുലില്ലാ ഒരു കുട്ടി രക്ഷപ്പെടുകയാണെ രക്ഷപ്പെടട്ടെ. കല്യാണമൊക്കെ കഴിച്ച് ആദ്യത്തെ ഒരു 10 ദിവസം കഴിഞ്ഞാൽ പിന്നെ അമ്മാന്റെ ചോദ്യം വേണം ചില പെൺകുട്ടികളെ നേരെ. അല്ലോളെ, എനക്ക് അമ്മമാരില്ലേ? ഓ, അമ്മമാർ എനിക്കെന്താ തന്ന്? അമ്മനൊന്നും തന്നില്ല. എനിക്ക് ആങ്ങളാരില്ലേ? ഓ, ആങ്ങളാരെന്താന്ന് ചോദിച്ച് ചോദിച്ച് ഇപ്പോഴും പെൺകുട്ടികളെ മനസ്സ് ബേജാറാക്കുന്ന അമ്മമാരുണ്ട്. നിങ്ങളല്ലട്ടോ ചിലന്മാര്. അമ്മമാരെ കണക്കെടുക്കും, എളാപ്പാരെ കണക്കെടുക്കും, അതിൽ പൈസക്കാരെത്ര ഉണ്ടെന്ന് ചോദിക്കും, ഓലെന്തൊക്കെ തന്നെന്ന് പറയും. കിട്ടാത്തതിന്റെ പേരിൽ ഇപ്പോഴും മനസ്സിന്റെ ഉള്ളിൽ വെറുപ്പുണ്ടടക്കുന്നവര്. പണമാ ചിലർക്ക് മുഖ്യം. പണം മാത്രം നോക്കി മാത്രം കുടുംബം തിരയുന്നവരുണ്ട്. മക്കൾക്ക് പടച്ച തമ്പുരാന്റെ ദുനിയാവില് സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കേണ്ടവര് തന്നെ പണത്തിന് പ്രാധാന്യം കൊടുത്തോണ്ട് ജീവിക്കുന്നവരുണ്ട്. അല്ലേ? കറുത്തവനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് പെണ്ണ് കെട്ടിച്ചു കൊടുത്ത അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ കഥ കേൾക്കുമ്പോ രോമങ്ങനെ എഴുന്നേറ്റ് നിൽക്കും, കണ്ണു നിറയും. അതുകൊണ്ടാണല്ലോ കോടീശ്വരനായ അബ്ദുറഹ്മാന്റെ പെങ്ങളെ അന്വേഷിച്ച് ഷാമെന്നും സിറിയയിൽ എത്യോപ്യയിൽ നിന്നും 100 ഒട്ടകങ്ങൾക്ക് എടുക്കാൻ മാത്രം സ്വർണങ്ങളുമായി അന്ന് പലരും പെണ്ണാലോചിച്ച് മക്കയിൽ മദീനയിൽ വന്നപ്പോ വന്നവരോട് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ പെങ്ങൾക്ക് ഞാൻ പുയ്യാപ്ലനെ കണ്ടിട്ടുണ്ട്. വന്നവരൊക്കെ ചോദിച്ചു അത്ഭുതത്തോടെ, ആരാണ് അബ്ദുറഹ്മാനെ ആ ഭാഗ്യവാൻ? ചോദിച്ച ആളുകളെയും കൂട്ടി മദീന പള്ളിന്റെ മുറ്റത്തേക്ക് ചെന്നപ്പോ നട്ടുച്ച നേരത്ത് മദീന പള്ളിയുടെ മിനാരത്തിന്റെ അരികിലുള്ള ഈത്തപ്പന ഓലയിൽ കയറി ഈത്തപ്പന തടിയിൽ നിന്ന് വേർപ്പിൽ കുളിച്ച് നനഞ്ഞൊട്ടിയ ശരീരവുമായി കറുത്ത ചുരുളമുടിയുള്ള കാപ്പിരി വർഗത്തിൽപ്പെട്ട മനുഷ്യനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, നിന്റെ പെങ്ങൾക്ക് ഞാൻ കണ്ട പുതിയാപ്ലയാണ് ആ കറുത്ത കാപ്പിരി ബിലാൽ ഇബ്നു റബാഹ. ആളുകൾ ചോദിച്ചു, അല്ല അബ്ദുറഹ്മാൻ എന്ത് കണ്ടിട്ടാ കെട്ടിക്കുന്നത്? നല്ലൊരു കോലുണ്ടോ അദ്ദേഹത്തിന്? ആ ബാങ്ക് വിളിച്ച് താഴെ ഇറങ്ങുന്ന ബിലാലിനെ നെഞ്ചോട് കെട്ടിപ്പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട സ്വഹാബി അബ്ദുറഹ്മാൻ പറഞ്ഞു, ബിലാലിന്റെ തൊലി കറുത്തതാണെങ്കിലും